വെയിറ്റ് ലോസ് ജേണി തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസമായിട്ടോ. ഈ 3 മന്ത്സിൽ ഞാൻ ടോട്ടലായിട്ട് ലൂസ് ചെയ്തിരിക്കുന്നത് 11 kgs ആണ്. ഈ 11 kg കുറച്ചപ്പം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഓട്സ് ക്യാരറ്റ് സ്മൂത്തി. ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ളവരെ ഈ സ്മൂത്തിയിൽ അത് ആഡ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് മാത്രമേ വിശക്കത്തുള്ളൂ. ഇടയ്ക്കുള്ള അനാവശ്യമായ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഒരു ഹാഫ് ക്യാരറ്റ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അതിലേക്ക് നമുക്ക് കുറച്ച് ഓട്സ്, അതായത് ഒരു 4 സ്പൂൺ ഓട്സ്, റോൾഡ് ഓട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രീക്ക് യോഗട്ടാണ്, അത് പ്ലെയിൻ തന്നെ വേണേ, ഫ്ലേവേർഡ് എടുക്കരുത് കേട്ടോ. അപ്പൊ അത് ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റോബസ്റ്റ ബനാന. ഇനി പീനട്ട് ബട്ടർ ഞാൻ അൺസ്വീറ്റൻഡ് ആണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സിനമൺ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. സിനമൺ പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഫ്ലേവർ ആഡ് ചെയ്യും. ഈ സിനമൺ പൗഡർ ഒന്നും അല്ലാതെ നമ്മൾ അങ്ങനെ കഴിക്കാറില്ലല്ലോ, അപ്പം ആന്റി ഇൻഫ്ലമേറ്ററി കൂടിയാണ് കേട്ടോ. എന്തായാലും ആഡ് ചെയ്യണേ. പിന്നെ കുറച്ച് മിൽക്കും കുറച്ചധികം വെള്ളവും. എനിക്ക് പാലിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ആഡ് ചെയ്യും. ഇനി എന്താ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക. സമയമില്ലാത്തതിന്റെ പേരിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരല്ലേ നമ്മളിൽ പലരും. ഇങ്ങനെ ഫുഡ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നാലേ പിന്നെ മെറ്റബോളിസം ഡ്രോപ്പ് ആവും. അപ്പൊ പിന്നെ വെയിറ്റ് അവിടെ അനങ്ങത്തില്ലെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെറും ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഫൈബർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. എന്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുള്ള റെസിപ്പീസ് ആണ് കേട്ടോ ഞാൻ ഈ സീരീസിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്തു. താങ്ക് യു സോ മച്ച്. ബൈ.